परमेश्वर का आदि पवित्र नाम का महिमा हो। ഈ വളരെ മനോഹരമായ സായം സന്ധ്യയിൽ നിങ്ങളോട് ഒരുമിച്ച് ഈ ഭവനത്തിൽ ഞങ്ങളോട് ഒരുമിച്ച് നിങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ इस സ്തുതിക്കുന്നു. सुंदर संध्या समय में आप सब हमारे साथ इस घर के अंदर है, इसलिए मैं प्रभु को धन्यवाद। ചില വർഷങ്ങൾക്ക് മുമ്പ് സുജാൻഘട്ടില് വരികാനും അവിടുത്തെ ആരാധനയിൽ സംബന്ധിക്കുവാനും പ്രിയ പൂർണ്ണാനന്ദ് ബ്രദറിന്റെ വീട്ടിൽ പോകാനും ഒക്കെ അവിടെ മീറ്റിംഗ് കൂടാനൊക്കെ ദൈവം സഹായിച്ചതുകൊണ്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. कुछ साल पहले सुजानगढ़ आने के लिए और आपके साथ आराधना करने के लिए और प्रभु के दास पूर्णानंद घर में जाकर उनसे भी मिलने के लिए प्रभु ने सहायता की, इसमें प्रभु को धन्यवाद। രാജാനെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ ഓർക്കാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. और संडे पास्टर को जैसे ही मैं स्मरण करता हूँ, आप सबके लिए भी സഹായിക്കട്ടെ. ഒരു കൊച്ചു വചന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. बाइबल नहीं लाया, कोई बात नहीं, मोबाइल से आज छूट है, मोबाइल से आप पढ़ सकते। യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ ശിഷ്യനായിരുന്ന പത്രോസ്. यीशु मसीह का पहला चेला था पत्रोस। പത്രോസ് യേശുവിനെ കണ്ടെത്തുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്ന ഒരു സാഹചര്യത്തിലാണ്. पत्रोस यीशु को तब देखते हैं रात भर उसने कार्य किया, उसके बावजूद भी कुछ भी हासिल नहीं किया, ऐसे अवसर में ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. और ये घटना लूकास का सुसमाचार 5वें अध्याय में। രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു, ഒന്നും അവർക്ക് കിട്ടിയില്ല. सारे रात परिश्रम किया लेकिन कुछ भी हासिल नहीं हुआ। അപ്പൊ യേശു ആ സമയത്താണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. और उस समय यीशु उनके पास आ जाता है। നിരാശയുടെ അടിത്തട്ടിലായിരുന്നപ്പോഴാണ് യേശു അവിടേക്ക് കടന്നു വരുന്നത്. एक निराशा उनके जीवन में लगा उस समय प्रभु यीशु उनके पास आ जाते। രാത്രിയിൽ അവര് മീൻ പിടിക്കുവാനായിട്ട് പോയ ആ വല കഴുകിക്കൊണ്ടിരിക്കെ യേശു അവരോട് പറയുകയാണ്, പത്രോസിനോട് പറയുകയാണ്, നീ ഈ പടക് അല്പം കടലിലേക്ക് നീക്കാനായിട്ട് പറഞ്ഞു. रात का व्यर्थ कार्य के बाद वो अपने अपने जाल धो रहे थे और काम समाप्त करके जा रहे थे। ठीक उसी समय प्रभु यीशु पतरस से कहते हैं, अपना जाल फेंको। ഈ വലയൊന്ന് കഴുകി വേഗം ക്രമീകരിച്ച് അവിടെ വീട്ടിൽ പോയി വിശ്രമിച്ച് അടുത്ത രാത്രിയിൽ വീണ്ടും അവർക്ക് മീൻ പിടിക്കാനായിട്ട് പോകാനുള്ള തിരക്കിലാണ് അവരായിരിക്കുന്നത്. और वे थके हुए थे, जाल धोकर अपने घर में जाकर आराम करना चाह रहा था, क्योंकि अगला दिन फिर ये मछली पकड़ने जाना। അങ്ങനെയാണ് യേശു പറയുന്നത്, നിങ്ങൾ ഈ പടക് ഒരല്പം കടലിലേക്ക് നീക്കുക. लेकिन उस समय यीशु उनसे कहते हैं, अपना नाव थोड़ा किनारे से पानी में ले। യേശു ആ പടകിൽ കയറി, പത്രോസിന്റെ പടകിൽ കയറി. यीशु मसीह पतरस के नाव पर बैठा। പത്രോസും തന്റെ കൂട്ടത്തിലുള്ള അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ മുതലായ മറ്റ് മീൻപിടുത്തക്കാർ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. और पतरस का जो साथी लोग हैं, अंद्रयोस, याकूब आदि लोग, वो इंतजार कर रहे हैं। ഇവര് യേശു ഒന്ന് ഇറങ്ങിയിട്ട് വേണം ഇവർക്ക് പടക് അടുപ്പിച്ച് കെട്ടി ഇവർക്ക് വീട്ടിലേക്ക് പോകാൻ. और यीशु इस नाव से उतरे तो वो किनारे पर लेकर बांध के उनको घर जाना है। യേശുവിന്റെ പ്രസംഗം എത്ര മണിക്കൂർ നീണ്ടു എന്ന് നമുക്കറിയില്ല. और यीशु उस नाव में खड़ा होकर क्या प्रचार किया, कितना समय लगा, हमें मालूम नहीं। അത്രയും സമയം അവര് കാത്തിരിക്കുക. और जब तक वो प्रचार चला वे इंतजार कर रहे हैं। യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞപ്പോ और जैसे ही यीशु ने अपना प्रचार समाप्त किया, പത്രോസിനോട് പറയുകയാണ്, നീ പടക് ഒരല്പം ആഴത്തിലേക്ക് നീക്കുക. और प्रचार के पश्चात प्रभु यीशु पतरस से कहते हैं, किनारे से जहाँ गहराई में ले चलो। അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, വലയിടാനായിട്ട് പറയും. और वहां तो अपना नाव को फेंकने के लिए कहते। അപ്പൊ ഈ സഹോദരന്മാർ പറയുകയാണ്, പത്രോസ് പറയുകയാണ്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. और पतरस कहते हैं, प्रभु हम रात भर परिश्रम किया, हमें कुछ भी हासिल नहीं। ആരാ പറയുന്നത്? और कौन कह रहे हैं? യേശു അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആശാരിപ്പണിയാണ്. और यीशु मसीह तब तक जो है बढ़ई का काम, कारपेंटर का काम करते हैं। ആശാരിയാണ് മുക്കുവനോട് പറയുന്നത്, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്, അവിടെ ഇഷ്ടം പോലെ മീനുണ്ട്. और ये जो बढ़ई मछुआर से कह रहे हैं कि वहां मछली है तो वहां जाल डालो। കടലും മത്സ്യങ്ങളുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഇവർക്കറിയാം അതിന്റെ ലക്ഷണങ്ങൾ, എവിടാണ് മീനുള്ളത്, എവിടാണ് മീനില്ലാത്തത്, എപ്പോഴാണ് മീൻ വരുന്നതെന്നൊക്കെ അറിയാവുന്നവരോടാണ് എന്താ പറയാ ഈ ആശാരിപ്പണിക്കാരൻ പറയുന്നത്, നീ ഇവിടെ വലയിറക്കാൻ. और मछुआरे बहुत भली भांति जानते हैं कहाँ पर मच्छी है, कहाँ नहीं है, और उनको मालूम है यहाँ कुछ भी नहीं है। ऐसी स्थिति में एक बढ़ई, एक कारपेंटर इनसे कह रहे हैं तो अपना जाल फेंको। അപ്പോ ഇവര് പറഞ്ഞു, നാഥാ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് ഞാൻ വലയിടുന്നു. और हम रात भर परिश्रम किया, हमें कुछ भी हासिल नहीं हुआ, तो भी तेरे कहने पर हम जाल फेंकने के लिए तैयार।
യേശുവിന്റെ വാക്ക് കേട്ട് അവര് വലയിറക്കി ആ വല നിറയെ മീനുകൾ അത് ഉണ്ടാകുവാനിടയായിരുന്നു. हमें और जैसे उन्होंने यीशु मसीह का बात को माना और जाल को फेंका, आप जानते हैं ना वो जाल भर के मछलियां हासिल हुआ। ഹല്ലേലൂയ. Hallelujah. ശൂന്യമായ സാഹചര്യങ്ങളെ നിറയ്ക്കാൻ യേശുവിന് കഴിയും. हमारे शून्य की अवस्था को भरने के लिए प्रभु यीशु पर्याप्त है। യേശു Amen. പറയുന്നത് നാം അനുസരിക്കുക എന്നുള്ളതാണ്. यीशु जो कुछ भी बोले हम अनुसरण करें। നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നമ്മുടെ യുക്തിക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തയ്ക്ക് ഒക്കെ അപ്പുറമായ കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പോൾ നാം ഇത് എങ്ങനെ നടക്കൂ എന്നുള്ളതല്ല, സാഹചര്യങ്ങളല്ല നോക്കേണ്ടത്. യേശുവാണ് പറഞ്ഞതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. हमारे जीवन के अवस्था में जब एक शून्य की अवस्था से हम जा रहे हैं, हमारे बुद्धि से बढ़कर, युक्ति से बढ़कर जब पवित्र आत्मा का बातों को मानने के लिए तैयार होता है, निश्चय एक बड़ी आशीष मेरे लिए और आपके लिए प्रभु रखता है। Hallelujah. ഒന്നുമില്ലാത്ത പടകിനെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിലൂടെ ഈ നമ്മുടെ ശുശ്രൂഷയിലൂടെ ചിലതിനെ നമുക്ക് നേടാനായിട്ട് കഴിയും. और एक शून्य ना जाल को प्रभु अगर भर सकता है तो हमारे सेवकाई में भी प्रभु बहुत फायदा से लोग दे सकता है। Hallelujah. എന്നിട്ട് ഈ പത്രോസിനോട് പറയുകയാണ്, മീൻ നിറയെ കിട്ടി, ഈ മീൻ വിറ്റ് ഉപജീവനം കഴിക്കാനുള്ളതല്ല പറയുന്നത്, നീ എന്നെ അനുഗമിക്ക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. अब देखिए पत्रोस को बहुत ज्यादा मछली मिला, ये मछली ले जाकर तुम बेच कर अपना जीवन यापन करने के लिए प्रभु यीशु नहीं कह रहे हैं। प्रभु यीशु कह रहे हैं ये सब छोड़कर तुम मेरे पीछे आओ, मैं तो मनुष्यों को पकड़ने वाला बनाऊं। ഞാൻ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ വ്യത്യസ്തതയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് और കഴിയുക. मैं और आप जो सेवकाई करता है वहाँ हम देख सकते हैं। ജീവനുള്ള മീനെ നമ്മൾ കടലിൽ നിന്ന് പിടിച്ച് കരയിൽ കൊണ്ടുവന്ന് അത് കൊല്ലുകയാണ്, അല്ലെങ്കിൽ അത് ചത്തുപോവുകയാണ്. और जिंदा मछली को हम समुद्र से पकड़कर जमीन में ले आता है, या तो वो मर जाते हैं या मार देते हैं। എന്നാൽ മനുഷ്യരെ പിടിക്കുന്ന ജോലി എന്താണ്? പാപത്തിൽ ജീവിക്കുന്ന മരിച്ച വ്യക്തികളെ നാം യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് നിത്യജീവൻ ഓഹരിക്കാരാക്കുകയാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. परंतु मनुष्य को हम कैसे पकड़ते हैं? पाप और अधर्म में मरे पड़े लोगों को पकड़कर अनंत जीवन के सहभागी बनाना, प्रभु यीशु के निगल लाना, ये है हमारा सेवकाई। ഹല്ലേലൂയ. എത്ര നേത്രമായ ശുശ്രൂഷയാണ്. और हमारा सेवकाई क्या ही धन्य सेवकाई है। മാത്രമല്ല ഈ പത്രോസിന് അവൻ ശുശ്രൂഷയിൽ പത്രോസിൽ ലഭിച്ച ഒരു നേട്ടമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. और इतना ही नहीं, पतरस को व्यक्तिगत रूप में जो आशीष मिला वो भी मैं आपको बताना चाहता മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ ആ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, हूँ। मत्ती 16 पद में हम पढ़ते हैं, യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ആളുകൾ എന്നെ ആരാണെന്ന് പറയുന്നു? यीशु मसीह ने अपने चेलों से पूछा, लोग मेरे विषय में क्या कहते? ചിലര് പറഞ്ഞു അത് ഏലിയാവാണ്, ചിലര് പറഞ്ഞു മോശയാണ്, മറ്റു ചിലര് പറഞ്ഞു യോഹന്നാൻ സ്നാപകനാണ്. അങ്ങനെ പല ആളുകൾ പല അഭിപ്രായങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നു. यीशु के बारे में कुछ लोग जो है एलिया कहा, यूहन्ना बपतिस्मा देने वाला कहा, और कुछ लोगों ने मूसा कहा। इस प्रकार विभिन्न अभिप्राय लोग यीशु के बारे में बताया। യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? परंतु यीशु ने पूछा, तुम मेरे विषय में क्या कहते हो? അപ്പോൾ പത്രോസ് പറയുകയാണ്, നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് പത്രോസ് പറഞ്ഞു. उस समय पतरस खड़ा होकर कहते हैं, तुम परम प्रधान का पुत्र हो। ഹല്ലേലൂയ. അപ്പോൾ എന്താ പറയുകയാണ്? അവൻ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല. और ये बात तुम्हें खुलासा करके दिया मांस और लहू नहीं, ഇതാണ് ദൈവം നമുക്ക് നൽകിയ വെളിപ്പാട്. और ये है परमेश्वर की ओर से दिया हुआ प्रकाशन। യേശുവിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ്. यीशु के बारे में अनेक लोग अनेक अलग अभिप्राय बताते हैं। പല ദൈവങ്ങളുണ്ട്. അതേപോലെ ഒരു ദൈവമാണ് യേശു എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. अनेक देवताएं हैं और इस देवताओं के बीच में एक है यीशु, ऐसे बोलने वाले लोग भी है। എന്നാൽ യേശു അങ്ങനെയല്ല. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിച്ചത് കൊണ്ടാണ് നാം യേശുവിനെ പിൻഗമിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. परंतु प्रभु यीशु मसीह परम प्रधान का इकलौता पुत्र है। ये प्रकाशन और ज्ञान हमें अच्छी तरह मालूम है, इसलिए हम यीशु के पीछे चल रहे हैं। ഹല്ലേലൂയ. Praise the Lord. എന്നിട്ട് ഈ ഭാഗത്ത് പറയുന്നു, और इसके पश्चात इस बाइबल कहते हैं, പത്രോസിന് ദൈവം കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠകരമായ അനുഭവം പറയുകയാണ്. ശിമോൻ, പത്രോസിന്റെ നേരത്തെ ആദ്യത്തെ പേര് ശിമോൻ എന്നാണ്.
और ये पत्रोस का पहला जो नाम है शिमोन, ശിമോൻ എന്നാൽ അർത്ഥം ഓടത്തണ്ട് എന്നാണ്. ഓടത്തണ്ട്. और ये शिमोन का अर्थ है सरकंडा. ഓടത്തണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ബലമില്ലാത്തതാണ്, അത് വേഗം ഒടിഞ്ഞു പോകുന്നതാണ്. और ये सरकंडा आप जानते हैं वो जल्दी टूट जाते हैं. ആ ബലമില്ലാത്ത പത്രോസിനെ കർത്താവ് പറയാണ്, നീ ഇനി ശിമയോൻ എന്നല്ല അറിയപ്പെടുന്നത്, നീ പത്രോസ് ആകുന്നു. और उस सरकंडा नाम का शिमोन, अब से तुम शिमोन का नाम से नहीं, अब तुम जाना जाएंगे पत्रोस. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറക്കഷ്ണം എന്നാണ്. और पत्रस का मतलब है पत्थर का टुकड़े. ബലമില്ലാത്ത ഓടത്തണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് പത്രോസിനെ ഉറപ്പുള്ള പാറയാക്കി അവരെ കർത്താവ് മാറ്റുകയാണ്. देखना, एक निर्बल सरकंडा को एक ठोस पत्थर में तब्दील करने वाला परमेश्वर का कार्य. എന്നതുപോലെയാണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മെ പണിതെടുക്കുന്നത്. और इसी प्रकार परमेश्वर हम सबों के जीवन में भी प्रभु हर रोज करते हैं. ബലമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, ഒരു കഴിവില്ലാത്തവരായിരുന്ന എന്നെയും നിങ്ങളെയും യേശു ബലവും ഉറപ്പും ധൈര്യമുള്ളവരാക്കി തീർത്തത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. अब देखना, हम जो निर्बल निसहाय, हम जो लोगों को दृढ़ बलवंत करके खड़ा करना परमेश्वर का पवित्र आत्मा का कार्य क्या ही धन्य है. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और हमारे आत्मिक जीवन में, हमारे प्रतिदिन के कार्य में दृढ़ रहने ये परमेश्वर चाहते हैं. എങ്കിൽ മാത്രമേ ആർഎസ്എസ്കാർ വരുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷ വിരോധികൾ വരുമ്പോൾ, മറ്റുള്ള പ്രശ്നങ്ങൾ ഗ്രാമം ഒന്നടങ്കം വരുമ്പോഴും ധൈര്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ ഈ അത്യന്തമായ ശക്തി നമ്മുടെ മേൽ സ്ഥാപിക്കപ്പെടേണ്ട ആവശ്യമാണ്. सत्ता और उपद्रव आते समय, मसीह विरोधी लोग आते समय हम अगर दृढ़ होकर, अटूट होकर खड़े रहना है, तो ये ऊपरी ये शक्ति, सामर्थ्य मेरे और आपके जीवन में चाहिए. തണ്ണിപ്പാട്ടിലെ വീട് നിങ്ങൾ കണ്ടില്ലേ? धन्यवाद. घर आपने देखा, നല്ല നല്ല വീടല്ലേ? बहुत अच्छा घर है ना. അച്ഛാ, Yes. ഇത്ര നല്ല വീടിട്ട്, ഇത്ര നല്ല സാഹചര്യങ്ങളിട്ട് ഈ ആർഎസ്എസ്കാരുടെ എത്ര പ്രാവശ്യം അടിമേടിച്ചു തണ്ണിപ്പാട്ട്? और ये अच्छा घर यहाँ छोड़कर मसीह विरोधी लोगों का कितना भागना पाया है. എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാത്തെ? क्यों वहाँ छोड़कर यहाँ नहीं आ रहे? അവിടെ നിന്ന് ഈ സുഖകരമായ ഈ ജീവിതാനുഭവത്തിലേക്ക് വരാൻ ഇടയാകാതിരിക്കുന്നതിന്റെ കാരണം ദൈവം തന്നെ മേൽ പകർന്നിരിക്കുന്ന അധികാരമാണ്, അഭിഷേകമാണ്, ധൈര്യമാണ്. ये सब कुछ है, लेकिन यहाँ ना आने का पीछे का कारण है वहाँ परमेश्वर का एक अभिषेक इनको ऊपर है. ആ ദൈവിക അഭിഷേകവും അധികാരവുമാണ് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ഓരോരുത്തരും പ്രാപിച്ചെടുക്കേണ്ടത്. और ये अभिषेक और अधिकार मुझे और आपको पाना जरूरी है. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് നിൽക്കാനായിട്ട്. और ऐसे है तो धीरज के साथ हम प्रभु के सम्मुख में खड़े रह पाएंगे. കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നത് കൊണ്ടല്ലേ കേരളത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയത്? और परमेश्वर के निकट आने के कारण आप आज केरल में है. രാജസ്ഥാനിൽ ഇവിടെ പെട്ടെന്നിരിക്കണ്ടേ? राजस्थान में യേശു നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസം. इस प्रकार यीशु हमारे जीवन में आया, हमारे जीवन में कितना बदलाव हुआ. യേശു നല്ലവൻ, यीशु अच्छा है. യേശു നല്ലവൻ, यीशु अच्छा है. യേശു നല്ലവൻ, यीशु अच्छा है. യഹോവ നല്ലവനെന്ന് തിരിച്ചറിയുവിൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. परख कर देखो यहोवा क्या ही धन्य है, और उसका शरण लेने वाला मनुष्य धन्य है. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ കർത്താവ് നമ്മളെല്ലാവരെയും ജീവനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. और इसलिए परमेश्वर इन वचनों के द्वारा आप सबको बहुत फायदा से आशीष दे. നിങ്ങളെ ഓർത്ത് ഞാൻ ഇനിയും പ്രാർത്ഥിക്കും, ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. हम आपके लिए प्रार्थना करेंगे, आप लोग भी हमारे लिए. 13 मिनट गई था. ഞാൻ ഇനിയും രാജസ്ഥാനിൽ വന്ന് നിങ്ങളെ ഇനി കാണും. आमीन. मैं फिर से राजस्थान में आऊंगा और आप धन्यवाद.